1,00,000 നിറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേറെ സ്കൂൾ നോക്കായിരുന്നു. ഈ 50,000 കൊടുക്കാൻ നീ എന്തിനാ അത്ര തിടുക്കം കാണിച്ചത്? ഇവിടെ സീറ്റ് കിട്ടാനേ ആൾക്കാർ ലക്ഷങ്ങൾ കൊടുക്കാനും തയ്യാറായിരിക്കുക. ചീഫ് മിനിസ്റ്റർ വരെ റെക്കമെൻഡേഷന്. ആ നിലയ്ക്ക് നമുക്ക് കിട്ടിയ ചാൻസ് എന്തിനാ നമ്മൾ വേണ്ടാന്ന് വെക്കണേ? ഇപ്പൊ ഈ 50,000 കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർ ഈ സീറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ? പണം അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ഈ സീറ്റ് ബ്ലോക്ക് ചെയ്ത കാരണം ഇനി അല്പം വൈകിയാലും അവര് വെയിറ്റ് ചെയ്തോളും. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ബാക്കി പണത്തിന് അതിനെന്ത് ചെയ്യും? വേറെ നിവർത്തിയൊന്നുമില്ലെങ്കിൽ നമുക്ക് മോളുടെ മാലയും കമ്മലും പണയം വെക്കാം. സ്കൂളിൽ പോകുമ്പോ കുട്ടികൾ സ്വർണ്ണം ഇടുന്നത് അപകടം. ഒയ്യോയ്യോയ്യോയ്യോ, അച്ഛന്റെ മോള് കരയില്ലടാ. അതും ഇതും എല്ലാം കൂടെ കൂട്ടിയാലും ബാക്കിക്ക് എന്തായാലും അച്ഛനെ ഇറക്കേണ്ടി വരും. വാ മക്കള് കേറ്. മോള് വാ. $20 கோடி தானே நான் பாத்துக்கிறேன். நோ ப்ராப்ளம். டாக்குமெண்ட்ஸா அதெல்லாம் நான் சரி பண்ணிக்கிறேன். டோன்ட் வரி. நீங்க சூட் கேஸோட வாங்க, பணத்தை வாங்கிட்டு போங்க. அப்புறம் தலைவர்கிட்ட நான் கேட்டதா சொல்லுங்க. ഓക്കെ, താങ്ക് യു. വെക്കട്ടുമാ? ആ മിസ്റ്റർ രഞ്ജിത്ത്, നിങ്ങളുടെ ലോണ് ഈ അടുത്ത കാലത്തൊന്നും പാസ്സാവില്ലേട്ടാ. പാസ്സാവില്ലേ സാർ? അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ എന്റെ റെഡിമെയ്ഡ് യൂണിറ്റിന്റെ സ്ഥലമൊക്കെ സാങ്ഷൻ ആയിരിക്കുക. അഡ്വാൻസ് കൊടുക്കാതെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ പിടിച്ചു നിന്നു. എല്ലാം ഈ ഒരു ലോൺ പ്രതീക്ഷിച്ചിട്ടാ സാർ. ഒരാഴ്ചക്കുള്ളിൽ പണം അവിടെ കിട്ടിയില്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് സാങ്ഷൻ ആവണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രൊപ്പോസൽ വൈബിൾ ആണെന്ന് ബാങ്കിന് തോന്നണ്ടേ? സാർ പ്ലീസ് എന്നെ വിശ്വസിക്കണം. ഈ യൂണിറ്റ് തുടങ്ങിയാൽ അത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. എന്റെ രഞ്ജിത്തെ, വിശ്വാസത്തിന്റെയും മനസ്സിന്റെയും പേരിൽ എനിക്ക് ലോണാ തരാൻ പറ്റുമോ? അപ്പൊ നിങ്ങളിപ്പോ ഫോണിൽ കൂടെ സംസാരിച്ചതോ? കോടികൾക്കൊന്നൊരു വിലയില്ലല്ലേ? ഇവിടെ ഒരു 10 ലക്ഷം കിട്ടാൻ 10,000 ഇടങ്ങേറുകളാ. തുന്നൽക്കട തുടങ്ങിയ നേരത്ത് പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. രഞ്ജിത്തെ, നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആവാതെ ഇരിക്കൂ. പിന്നൊരു വഴിയുണ്ട്. ഒരു മലയാളി എന്നുള്ള സ്നേഹത്തിൽ പറയാ, സ്ത്രീകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു സ്കീം വന്നിട്ടുണ്ടേ. നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ പുതിയ അപേക്ഷ കൊടുക്ക്. എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ സ്പീഡാക്കാം. ശരി സാർ. മുത്തു, എന്നാ നീയേ ഇതൊന്ന് വേഗം തേച്ചെടുത്തേ. സോങ് സീക്വൻസിലെ ഹീറോയിൻ ഇടാനുള്ളതാ. ഹീറോയിനുടേതാ? ആ ഡിസൈനറുടെ ചീത്തവിളി വരുന്നതിന് മുമ്പ് എനിക്ക് AVMൽ സാധനം എത്തിക്കണം. എന്റെ ഫോൺ എവിടെ? മുത്തു, എന്നാ എന്നോട് മൊബൈൽ എങ്കേ? മൊബൈലാ ഇങ്ങ ഇല്ലേ? ഇനി ആ ഭാസ്കരേട്ടന്റെ ചായക്കടയിൽ വെച്ച് മറന്നോന്നൊരു സംശയം. പാത്തിട്ട് തങ്ക சத்தம் கேக்குது. இருக்கா? ഹലോ ഹലോ, ഇത് ഡിസൈനർ ശില്പയാണ്. അണ്ണന്റെ ഫോൺ കാണാമ പോச்சு. അത് തേടി അണ്ണൻ ടീ ഷോപ്പിക്ക് പോയിருக்கு. ഫോൺ കിടച്ചാ തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ ചൊല്ലാം. ഫോൺ കളഞ്ഞോ? ஆமா, ഇവിടെ വെയിറ്റിംഗാ. ஓகே ஓகே மேடம். அண்ணே, ஏவிஎஸ் ஸ்டுடியோ டிசைனர் சில்பா கூப்பிட்டாரு. போன் கிடைச்சதுக்கு அப்புறம் திருப்பி கூப்பிடாம நான் சொல்லியிருக்கேன். ஆனா ഫോൺ എങ്ക പോச்சு? പിന്നെ നിന്റെ കയ്യിൽ എന്താ ടൈം പീസാ? ഇല്ലാക. അയ്യോ എന്റെ ബ്ലൗസ്. സോറി അണ്ണേ. എന്നടാ ഇത്? ഈശ്വര, ഈ ബ്ലൗസ് കിട്ടിയിട്ട് വേണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ. വഴിയുണ്ട്.
റബ്ബിഷ് എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? തന്ന ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാതെ തനിക്ക് തോന്നുന്ന പോലെയാണോ സ്റ്റിച്ച് ചെയ്യുന്നേ? അത് പിന്നെ മാഡം തന്ന ഡിസൈൻ ഒരു ഓൾഡ് ഫാഷനായിരുന്നു. ഇതൊരു പുതിയ ഫാഷനാ. ഇസ്തിരി കട്ടിംഗ് എന്ന് പറയും. ഇങ്ങനെ കിചി 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 താൻ കിചി എന്നെ കിചി. ഡിസൈനിങ് പഠിപ്പിക്കണ്ട. ഓ ദിസ് ഇസ് നോട്ട് ഹിന്ദി ഓർ തമിഴ് മൂവി. ഓ ഫാമിലി ഓഡിയൻസ് ഇരുന്ന് കാണേണ്ട സിനിമയാ. എന്തായാലും എടുക്കണത് ഐറ്റം ഡാൻസ് തന്നെയല്ലേ? ഷട്ട് അപ്പ്. ഓ ഞാൻ ഇനി ഹീറോയിനോട് എന്ത് പറയും? അത് പിന്നെ ഇത് ഇസ്തിരി കട്ടിംഗ്. Hey, what's the delay? Where's the costume? കോസ്റ്റ്യൂം Show me. മാഡം സ്മോൾ Oh, മിസ്റ്റേക്ക്. actually, സോറി. It's really nice. Yeah. You've done a wonderful job. Thank you, ma'am. It's my latest ഇസ്തിരി cut design. Yeah, it's very petty Yeah. like cutting like this. Yeah. Okay. Okay. Everybody go out. Oh, Let's thank you, ma'am. change. Thank you. ഒന്ന് വേഗം നടക്ക്, സീക്കിരം ഷൂട്ടിംഗ് തുടങ്ങിയാച്ചേ. ചെല്. അതെ, നീ ആ ഡ്രസ് ആ ആ കാശ് കയ്യോടെ മേടിച്ചോളാം. പ്രൊഡ്യൂസർ അല്പം തരികടേ. അതെ ഞാൻ പപ്പേട്ടൊന്ന് കാണാതിരിക്കായിരുന്നു. അതുകൊണ്ടാ ബ്ലൗസ് കൊടുക്കാൻ ഞാൻ തന്നെ വന്നത്. അതെ, മോൾക്ക് ഡോൺ ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻ കിട്ടി. ഫീസ് വിചാരിച്ചാൽ അല്പം കൂടുതലായി. പപ്പേട്ടൻ ഒരു 25,000 രൂപ ഒന്ന് സഹായിക്കണം. നിനക്ക് ഈ വലിയ വലിയ സ്കൂളിൽ കുട്ടികളെ ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊക്കിൽ ഒതുങ്ങി കൊച്ചാ പോരെ. കൊക്കിൽ ഒതുങ്ങും പപ്പേട്ടാ. ഞാൻ ആ റെഡിമെയ്ഡ് കമ്പനി ഒന്ന് തുടങ്ങിക്കോട്ടെ, എല്ലാം ശരിയാവും. നമുക്കൊരു നല്ല സ്ഥിതി വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ തുടക്കത്തിലെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പോണത്? എന്റെ കാര്യം അറിയാലോ, കഴിഞ്ഞ തമിഴ് പടത്തിന്റെ ബാലൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾ തിരക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു വിധം ഇന്ന് നാളെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. അയാൾ പണം ഫുള്ളായിട്ട് തന്നാൽ ചിലപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് ഉറപ്പില്ല. അമേരിക്കയിൽ മാത്രമല്ല, കൊറിയ, ജപ്പാൻ, ഹോളണ്ട്, ഇറ്റലി എന്നു വേണ്ട 7 കോണ്ടിനെന്റുകളിലും ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ. പക്ഷേ അമേരിക്കയിൽ നിന്നൊരു മലയാളി കപ്പിൾ ഇതാദ്യമായിട്ടാ. ഞങ്ങൾ മലയാളികളാണെന്ന് പറയാന്ന് മാത്രം. ആഹാ. I'm born and brought up in States. അലക്സിന്റെ ഫാമിലി കുറെ കാലായിട്ട് അവിടെ സെറ്റിൽഡാ. ഓ. സോ കേരളത്തിൽ റിലേറ്റീവ്സിനെ ഒന്നും അങ്ങനെ പരിചയമില്ല. See, you know, doctor, first we went to Gujarat for surrogacy, but they are not ready to show the donor. And finally, Dr. Cherian suggested your name. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന സ്ത്രീയെ, അതായത് ഡോണറെ, ഞങ്ങളും ക്ലയൻസിനെ കാണിക്കാറില്ല. പ്രസവം കഴിഞ്ഞ് കുട്ടിയെ ഞങ്ങൾ വാങ്ങി അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. അതാണ് പ്രൊസീജിയർ. Oh. ഡോക്ടർ ചെറിയാനും ഞാനും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഡോണറെ നിങ്ങളെ കാണിക്കുന്നത്.